നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ലോകത്തെ നടുക്കിയ പരിസ്ഥിതി ദുരന്തങ്ങളിൽ ഒന്നാണ്. പ്രസിദ്ധമായ നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണം. അവിടെ കൂടുതലും താഴ്ന്ന ഇടത്തരം കുടുംബങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. തീരെ പരിചിതമല്ലാത്ത ചില ഗന്ധങ്ങളും വീട്ടുമുറ്റങ്ങളിൽ അസാധാരണങ്ങളായ വസ്തുക്കളും കാണാനിടയായി. പരാതികളുടെ ഒരു കൂമ്പാരം തന്നെ ആ നഗരത്തിലെ ഭരണാധികാരികൾക്ക് ലഭിച്ചു. ഇത്തരം സന്ദർഭങ്ങളോട് ഭരണാധികാരികൾ പുലർത്താറുള്ള നിസ്സംഗ മനോഭാവം ഇവിടെയും സംഭവിച്ചു. ജനങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. അപ്പോൾ മാത്രമാണ് അധികൃതർ നീക്കം ആരംഭിച്ചത്. പ്രദേശത്ത് ചെറിയൊരു അന്വേഷണം ഭരണാധികാരികൾ നടത്തി. പിന്നെ തങ്ങളുടെ കർമ്മ നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ അവർ പിൻവലിഞ്ഞു. പ്രശ്നപരിഹാരത്തിനുള്ള നടപടികളൊന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് 1978 തുടക്കത്തിലായിരുന്നു. സാധാരണ ജീവിതം അസാധ്യമാകുന്ന ഘട്ടത്തിലെത്തിയതോടെ ജനങ്ങൾ വീണ്ടും സംഘടിച്ചു. ആ പ്രദേശത്തെ വീട്ടുടമസ്ഥർക്ക് ഒരു സംഘടനയുണ്ടായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് ലൂയിസ് ഗിബ്സ് എന്ന വനിതയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ആദ്യമായി അവിടുത്തെ താമസക്കാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവർ ചെറിയ തോതിൽ പഠനം നടത്തി. അപ്പോൾ ചില വസ്തുതകൾ ഈ സംഘടനയ്ക്ക് മനസ്സിലായി. അവിടെ ക്യാൻസർ രോഗം ശരാശരിയിലും ഉയർന്ന തോതിൽ കാണപ്പെടുന്നു. ജനന വൈകല്യവും അകാല പ്രസവവും മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലാണ്. ഈ കണ്ടെത്തലുകൾ അവരുടെ അന്വേഷണത്തെ കൂടുതൽ മികവുറ്റതാക്കി. തങ്ങൾ ജീവിക്കുന്ന പരിസരത്തിൻ്റെ അപകടാവസ്ഥ അവർ തിരിച്ചറിഞ്ഞു. അതവരെ അമ്പരിപ്പിച്ചു. ലൂയിസ് ഗിബ്സിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രക്ഷോഭത്തിന് അവർ തുടക്കം കുറിച്ചു. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കിഴക്കുഭാഗത്ത് സാമാന്യം വലിയ ഒരു ഭൂഭാഗത്തിനുടമയായിരുന്നു വില്യം ടി ലൗ. 1890കളിൽ ഒരു വമ്പൻ സ്വപ്നവുമായാണ് അദ്ദേഹം നയാഗ്രയിലെത്തിയത്. മികച്ച സംരംഭകനായിരുന്നു വില്യം ലൗ. അവിടെ സ്വപ്നതുല്യമായ ഒരു മനോഹര നഗരം വിഭാവനം ചെയ്തു. അദ്ദേഹം വിഭാവനം ചെയ്ത നഗരത്തിൽ ആരെയും അസൂയപ്പെടുത്തുന്ന വ്യവസായശാലകളുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് താമസിക്കുവാനുള്ള മനോഹരമായ ഹർമ്മ്യങ്ങൾ അവിടെയുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ തരിശുഭൂമി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പാർക്ക് പോലെ സുന്ദരമായ സ്ഥലമായി മാറിയിരിക്കും. നയാഗ്രയിൽ നദിയുടെ മേലെ ഭാഗത്തെയും താഴെ ഭാഗത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ നിർമ്മിച്ചാൽ അതിൽ നിന്ന് നഗരത്തിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും വില്യം ലൗ കണക്കുകൂട്ടി. വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനുള്ള ശേഷിയും ആർജവവുമുള്ള വ്യക്തിയായിരുന്നു വില്യം ടി ലൗ. അദ്ദേഹത്തിൻ്റെ പുതിയ ആശയം അമേരിക്കയിലെ ഏറ്റവും മഹത്തായ നഗരത്തിൻ്റെ നിർമ്മാണം ധാരാളം ആളുകളെ ആകർഷിച്ചു. വിവിധ കോണുകളിൽ നിന്ന് വില്യം ടി ലൗവിന് പിന്തുണ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ധാരാളം പേർ നിക്ഷേപകരായി. 1893 കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം തുടങ്ങി അധിക നാൾ കഴിഞ്ഞില്ല. വില്യം ലൗവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിട്ടു. പ്രതികൂലമായ ചില ഘടകങ്ങളുണ്ടായി. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിൽ അക്കാലത്തുണ്ടായ ചാഞ്ചാട്ടമാണ് നിക്ഷേപകരെ പരിഭ്രാന്തരാക്കിയത്. പലരും പദ്ധതിയിൽ നിന്ന് പിൻവലിഞ്ഞു. അതോടെ പദ്ധതി പ്രവർത്തനം സാമ്പത്തികമായി പ്രതിസന്ധിയിലായി. എന്നാൽ യഥാർത്ഥ വില്ലൻ മറ്റൊന്നായിരുന്നു. വളരെ ദൂരത്തേക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ ആയിടയ്ക്ക് കണ്ടുപിടിച്ചതാണ്. അതോടെ വില്യം ലൗവിൻ്റെ കനാൽ അനിവാര്യമാണെന്ന് വന്നു. അനാവശ്യമാണെന്നുള്ള ആവശ്യം മുറവിളിയായി. ഇതിനെല്ലാം പുറമെ നദിയുടെ ഗതി മാറുന്നതിനെതിരെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ പ്രക്ഷോഭം ആരംഭിച്ചു. വില്യം ലൗവിൻ്റെ സ്വപ്ന നഗരം നിർമ്മിക്കപ്പെടുവാനുള്ള സാധ്യത അങ്ങനെ ഇല്ലാതായി. 1910 ആയപ്പോഴത്തേക്കും എല്ലാം അവസാനിച്ചു. വില്യം ലൗവിൻ്റെ ആഗ്രഹത്തിൻ്റെ അടയാളമായി ആകെ അവശേഷിച്ചത് ഒരു ചെറിയ കനാൽ ആയിരുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കൊച്ചു കനാൽ. അതിന് 15 അടി വീതിയും 10 അടി ആഴവും ഉണ്ടായിരുന്നു. ലൗ കനാൽ എന്ന പേരിൽ അത് പ്രസിദ്ധമായി.
നയാഗ്ര വെള്ളച്ചാട്ടത്തോടനുബന്ധിച്ച് ഒരു വ്യാവസായിക നഗരം വളർന്നു വരുന്നുണ്ടായിരുന്നു. ലൗവിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കനാൽ സ്ഥലം 1920 ഒരു പൊതു ലേലത്തിന് നയാഗ്ര വെള്ളച്ചാട്ട നഗരം സ്വന്തമാക്കി. ജനവാസം വളരെ കുറഞ്ഞ സ്ഥലമായിരുന്നു അവിടെ. നല്ല കളിമണ്ണ് നിറഞ്ഞിരുന്നതിനാൽ അവിടെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് കിനിഞ്ഞിറങ്ങുകയില്ല. ഈ രണ്ട് ഘടകങ്ങളും അതിനെ മാലിന്യ നിക്ഷേപത്തിന് അനുയോജ്യമാക്കി. നയാഗ്ര നഗരം രാസമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം തിരഞ്ഞെടുത്തു. 20ലേറെ വർഷങ്ങൾ നഗരത്തിൻ്റെ മാലിന്യ നിക്ഷേപങ്ങളായി ഈ പ്രദേശം മാറി. 1947 ഹുക്കർ കെമിക്കൽ ആൻഡ് പ്ലാസ്റ്റിക് കമ്പനി ഈ സ്ഥലം വിലക്കെടുത്തു. ഓക്സിഡൻ്റൽ പെട്രോളിയം കമ്പനിയുടെ കീഴിലുള്ള ഒന്നായിരുന്നു ഹുക്കർ കമ്പനി. തുടർന്നുള്ള 5 വർഷം കൊണ്ട് 20,000 ടൺ വിഷമാലിന്യം ഈ കമ്പനി കനാലിൽ നിക്ഷേപിച്ചു. അപ്പോഴേക്കും ലൗ കനാൽ മുഴുവനും മാരകമായ മാലിന്യത്താൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതോടെ കനാൽ പ്രദേശം ഹുക്കർ കമ്പനി അടയ്ക്കുകയും ഏതാണ്ട് 4 അടി ഉയരത്തിൽ കളിമണ്ണ് നിക്ഷേപിച്ച കനാൽ പരിസരം മൂടുകയും ചെയ്തു. ഈ കാലത്ത് നയാഗ്ര വെള്ളച്ചാട്ട നഗരം അതിവേഗം വികസിക്കുകയായിരുന്നു. ധാരാളം പുതിയ താമസക്കാർ അവിടെ എത്തി. ജനസംഖ്യയിൽ വമ്പിച്ച തോതിലുള്ള വർധനവുണ്ടായി. കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റും വലിയ പ്രശ്നമായി. പ്രാദേശിക സ്കൂൾ ബോർഡ് ഒരു എലിമെൻ്ററി സ്കൂൾ സ്ഥാപിക്കാൻ തയ്യാറെടുത്തു. പക്ഷേ സ്ഥലം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അവസാനം അവർ ഹുക്കർ കമ്പനിയിൽ നിന്ന് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. കമ്പനിയുടെ അധീനതയിലുള്ള മാലിന്യം നിക്ഷേപിക്കാത്ത കുറച്ച് സ്ഥലമായിരുന്നു സ്കൂൾ പണിയാൻ വേണ്ടി അവർ കണ്ടെത്തിയത്. കമ്പനി സ്ഥലത്തിൻ്റെ അപകടാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുവാൻ ആദ്യമൊന്ന് പരിശ്രമിച്ചു. വെറും പേരിന് മാത്രമുള്ള ഒരു ശ്രമം. സ്കൂൾ അധികൃതർ പ്രശ്നത്തിൻ്റെ ഗൗരവം തീരെ ഉൾക്കൊണ്ടതുമില്ല. സ്ഥലം കൈമാറ്റത്തിന് ഹുക്കർ കമ്പനി ചില നിബന്ധനകൾ വെച്ചു. അവിടെ കമ്പനി വകയായുള്ള എല്ലാ സ്ഥലവും സ്കൂൾ ബോർഡ് വാങ്ങണമെന്നതായിരുന്നു അതിലൊന്ന്. അതിൽ മാലിന്യം നിക്ഷേപിച്ചതും അല്ലാത്തതുമായ സ്ഥലമുണ്ട്. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയല്ല കമ്പനി കൈമാറ്റത്തിന് മുതിർന്നത്. അവർക്ക് ചില ദീർഘകാല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും $1 മാത്രം പ്രതിഫലം വാങ്ങിയാണ് അവർ ഈ സ്ഥലം സ്കൂൾ ബോർഡിന് കൈമാറിയത്. കൈമാറ്റ കരാറിൽ അവർ എഴുതി ചേർത്ത ചില വരികൾ ഈ പ്രദേശം എത്രമാത്രം അപകടകരമാണെന്നതിൻ്റെ കൃത്യമായ സൂചന നൽകുന്ന ഒന്നാണ്. വിൽപ്പന ഉടമ്പടിയിലെ വ്യവസ്ഥകളിലൂടെ കമ്പനി തങ്ങളുടെ ഭാരം സ്കൂൾ അധികൃതർക്ക് കൈമാറി. അധികം താമസിയാതെ അവിടെ സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി എടുത്ത കുഴികളിൽ ചിലതിൽ പഴയ മാലിന്യങ്ങൾ കാണാനിടയായി. തന്മൂലം നിർമ്മാണ സ്ഥലം പല പ്രാവശ്യം മാറ്റേണ്ടി വന്നു. ഈ പ്രവൃത്തികൾ അവിടെയുള്ള കളിമണ്ണിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു. അത് മാലിന്യങ്ങൾ പുറത്തേക്ക് കിനിഞ്ഞിറങ്ങുന്നതിന് കാരണമായി. നയാഗ്ര വെള്ളച്ചാട്ട നഗരം അതിവേഗം വികസിക്കുകയായിരുന്നു. ധാരാളം വ്യവസായശാലകൾ ഈ നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. വ്യവസായ തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവിന് ആനുപാതികമായി അവിടെ വീടുകൾ ഉയർന്നു വന്നു. 1970കളുടെ തുടക്കത്തിലാണ് വീടുകളുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടമുണ്ടായത്. അതൊരിക്കലും വില്യം ലൗവിൻ്റെ ഭാവനയിലെ മാതൃകാ നഗരമായിട്ടില്ല. തികച്ചും സാധാരണ രീതിയിൽ വലിയ ആസൂത്രണമൊന്നുമില്ലാത്ത നിർമ്മിച്ച വീടുകൾ. അവിടെ താമസക്കാരിലധികവും സാധാരണ തൊഴിലാളികളായിരുന്നു. ലൗ കനാൽ പ്രദേശത്ത് ജീവിതം മെല്ലെ മുന്നോട്ട് നീങ്ങി. കാലം കുറച്ചു കഴിഞ്ഞു. പ്രശ്നങ്ങൾ ചെറുതായി തലപൊക്കി. 1977 2 ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴ ലൗ കനാലിൻ്റെ ചരിത്രത്തിൽ വഴിത്തിരിവായി. സമീപത്തുകൂടി കടന്നുപോകുന്ന ഒരു എക്സ്പ്രസ് വേ മഴവെള്ളം നയാഗ്രയിലെത്തുന്നത് തടസ്സപ്പെടുത്തി. വിഷമാലിന്യങ്ങൾ മൂടിയ ലൗ കനാലിലും പരിസരത്തും ദിവസങ്ങളോളം വെള്ളം കെട്ടിനിന്നു. മാലിന്യങ്ങൾ മുകളിലേക്ക് പൊങ്ങിവരാൻ ഇത് കാരണമായി. വീടുകളുടെ മുറ്റത്തും തറയിലും രാസമാലിന്യ അവശിഷ്ടങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ജീവിതം അസഹ്യമായി. ജനങ്ങൾ സംഘടിച്ചു. ലൂയിസ് ഗിബ്സിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം അങ്ങനെയാണ് ആരംഭിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ പ്രവർത്തനത്തിന് തടസ്സമായി. 1978 ഓഗസ്റ്റ് 1 ന്യൂയോർക്ക് ടൈംസിൻ്റെ 1-ാം പേജിൽ ലൗ കനാലിനെക്കുറിച്ച് വലിയ വാർത്ത വന്നു. ഹുക്കർ കമ്പനി മാലിന്യ നിക്ഷേപം നിർത്തി 25 വർഷത്തിന് ശേഷമായിരുന്നു ഈ വാർത്ത വന്നത്. അവിടുത്തെ മണ്ണിൽ നിന്നും 82 തരം രാസസംയുക്തങ്ങൾ കണ്ടെത്തി. അവയിൽ 11 കാർബൺ രോഗകാരികളായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ലൗ കനാൽ സംഭവമാണ്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുന്ന ഒരു ടൈം ബോംബായി മാധ്യമങ്ങൾ ലൗ കനാലിലെ മാലിന്യത്തെ വിശേഷിപ്പിച്ചു.
ഓഗസ്റ്റ് 7-ന് US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ലവ് കനാലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലവ് കനാലിൻ്റെ സമീപവാസികളെ മുഴുവൻ മാറ്റി പാർപ്പിക്കുവാനുള്ള നടപടികൾ അതോടെ തുടക്കമായി. കനാലിന് തൊട്ടടുത്തുള്ള 239 വീടുകൾ മുഴുവനും തകർത്ത് കളഞ്ഞു. വിദൂര ഭാവിയിൽ പോലും ജനവാസത്തിന് യോഗ്യമാവില്ല ആ വീടുകളെന്ന തിരിച്ചറിവാണ് അവയെ തകർക്കുന്നതിലേക്ക് നയിച്ചത്. പിന്നീട് ലവ് കനാലിൻ്റെ സമീപത്തുള്ള കുറേ പ്രദേശങ്ങൾ കൂടി വാസയോഗ്യമല്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ലവ് കനാലിലെ സർക്കാർ നടപടികൾ അതോടെ അവസാനിച്ചു. ലവ് കനാൽ നിവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള കാരണം അവിടെ നിക്ഷേപിക്കപ്പെട്ട രാസമാലിന്യങ്ങളാണെന്ന് കൃത്യമായി തെളിയിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങളൊന്നും പുറത്തു വന്നില്ല. ചില ശാസ്ത്രജ്ഞർ പക്ഷേ അങ്ങനെ വിശ്വസിച്ചു. ചിലർ അതിൻ്റെ സാധ്യതകൾ പഠിച്ചു. 1980-ൽ ലവ് കനാൽ നിവാസികളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായി. അവരിൽ പലർക്കും ക്രോമോസോം തകരാറുകളുണ്ടായി. ക്യാൻസർ രോഗങ്ങൾ, പ്രത്യുൽപാദന പ്രശ്നങ്ങൾ, ജനിതക വൈകല്യങ്ങൾ തുടങ്ങി അവരുടെ ഇടയിൽ കൂടുതലായി ഉയർന്ന തോതിൽ കാണുവാൻ ഇടയായി. ഇതൊക്കെ അവിടുന്ന് 700 കുടുംബങ്ങളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. പിന്നീട് കുറച്ച് കുടുംബങ്ങളെ കൂടി മാറ്റി. സർക്കാർ നഷ്ടപരിഹാരം നൽകി. അമേരിക്കൻ കോൺഗ്രസ് മലിനീകരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇതുമൂലം ഓക്സിഡൻ്റൽ പെട്രോളിയം കമ്പനിയുടെ $12.9 കോടി നഷ്ടപരിഹാരം ആ കമ്പനിക്ക് നൽകേണ്ടി വന്നു. 10 വർഷം കഴിഞ്ഞു. അപ്പോഴേക്കും അധികാരികളുടെ സമീപനത്തിൽ കാതലായ മാറ്റം വന്നു. 1988 സെപ്റ്റംബറിൽ അവർ ഒരു പ്രഖ്യാപനം നടത്തി. കനാലിന് വടക്ക് വശത്ത് ഉപേക്ഷിക്കപ്പെട്ട 200 വീടുകൾ വാസയോഗ്യമാണ്. ജനങ്ങളെ ലവ് കനാലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഈ നീക്കത്തിന് യാതൊരുവിധ ശാസ്ത്രീയ വിവരത്തിൻ്റെയും പിൻബലമില്ല. ഈ വീടുകൾ അപ്പോഴും മാലിന്യമുക്തമായിരുന്നില്ല. താമസയോഗ്യമല്ലാത്ത ഈ വീടുകളുമായി ഇവയെ വേർതിരിക്കുന്ന ഒരു ചെറിയ തെരുവ് മാത്രമാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈ തെരുവിൻ്റെ അപ്പുറം കിടക്കാം. കുട്ടികൾ തെരുവിനപ്പുറത്തേക്ക് സൈക്കിൾ ഓടിച്ചു പോകുന്നു. ഉപേക്ഷിക്കപ്പെട്ട വീട്ടുമുറ്റങ്ങളിൽ കളിക്കുന്നു. അവരുടെ കാൽച്ചുവട്ടിൽ വിഷലിപ്തമായ കളിമണ്ണ്, അതിനടിയിൽ 20,000 ടൺ മാരക മാലിന്യങ്ങൾ. ലവ് കനാൽ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവർ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു ലോകത്താണ്. നന്നായി അധ്വാനിക്കുകയും നികുതി നൽകുകയും തെരഞ്ഞെടുപ്പ് വേളകളിൽ വോട്ട് ചെയ്യുകയും കുഞ്ഞുങ്ങളെ നേരാവണ്ണം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പൗരന്മാർക്ക് ശരാശരി അമേരിക്കൻ ജീവിതം സാക്ഷാത്കരിച്ചു നൽകും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ലവ് കനാലിലെ സാധാരണക്കാരായ ജനങ്ങൾ കണ്ണ് തുറന്നു പിടിച്ചപ്പോൾ കണ്ടത് മറ്റൊരു ചിത്രം. ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ അവിടെ കണ്ടില്ല. മറിച്ച് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ശക്തിയും സ്വാധീനവുമായിരുന്നു ലവ് കനാലിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് എന്ന സത്യസന്ധമായ വസ്തുത അവർ തിരിച്ചറിഞ്ഞു. നടന്ന സംഭവങ്ങളുടെ സൂക്ഷ്മ വിശകലനം ജനങ്ങളെ സ്തബ്ധരാക്കി. കുത്തക മുതലാളിയുടെ താൽപ്പര്യ സംരക്ഷണത്തിനായി പഠനവും വിവരങ്ങളും പടച്ചുണ്ടാക്കാൻ അവരുടെ സർക്കാർ തയ്യാറായി. നികുതി നൽകുന്ന സാധാരണ പൗരന്മാരെക്കാൾ കോർപ്പറേറ്റ് മുതലാളിക്ക് കൂടുതൽ സ്വാധീനവും അവകാശവുമുണ്ടെന്ന യാഥാർത്ഥ്യം വിഷമത്തോടെ അവർ മനസ്സിലാക്കി. സംഘടിതമായ പോരാട്ടം മാത്രമാണ് പോംവഴിയെന്ന് തിരിച്ചറിഞ്ഞ് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ലവ് കനാൽ നിവാസികൾ ചെയ്തത്. ലവ് കനാൽ സമരത്തിൻ്റെ നായികയാണ് ലൂയിസ് ഗിബ്സ്. ലൂയിസ് ഗിബ്സ് എന്ന വീട്ടമ്മ 1976 ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി. ലവ് കനാലിനെ സംബന്ധിച്ച ഒന്നായിരുന്നു അത്. വീട്ടമ്മയിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകയിലേക്ക് 24-കാരിയായ ലൂയിസ് ഗിബ്സിനെ മാറ്റിയത് ആ വായനയായിരുന്നു. അവളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും ബാധിച്ച നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ലവ് കനാലിൽ അടക്കം ചെയ്ത രാസമാലിന്യമാണെന്ന് ഗിബ്സ് തിരിച്ചറിഞ്ഞു. അതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി നടന്നു. അവളുടെ മകൻ രോഗം ബാധിച്ച ആശുപത്രിയിലായി. ഹുക്കർ കെമിക്കൽ കമ്പനി നിക്ഷേപിച്ച രാസമാലിന്യങ്ങൾക്ക് മുകളിലായിരുന്നു അവൻ പഠിച്ച സ്കൂൾ പണിതിരുന്നത്. തങ്ങൾക്ക് ദുരനുഭവങ്ങൾ സമ്മാനിച്ച കമ്പനിയോടും US സർക്കാരിനോടും ഗിബ്സിന് വലിയ ദേഷ്യം തോന്നി. അതോടൊപ്പം പ്രശ്നത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതിൽ അവർക്ക് കുറ്റബോധം അനുഭവപ്പെടുകയും ചെയ്തു. മകൻ ആശുപത്രിയിൽ വിട്ടതിനു ശേഷം ലൂയിസ് ഗിബ്സ് ചില പ്രവർത്തനങ്ങളിൽ മുഴുകി. ഒരു പെറ്റീഷൻ എഴുതി. അവൾ വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാവരോടും അവൾ പറഞ്ഞു, എൻ്റെ പേര് ലൂയിസ് ഗിബ്സ്. ഞാൻ നമ്മുടെ സ്കൂളിനെപ്പറ്റി വ്യാകുലപ്പെടുന്നു. നിങ്ങൾക്കും അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയണം. എല്ലാവരും അവളുടെ ആശയത്തെ അംഗീകരിച്ചു. തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നേതാവിനെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ലൂയിസ് ഗിബ്സ് അവരുടെ നേതാവായി. അവരെല്ലാവരും ചേർന്ന് ലവ് കനാൽ
വീട്ടുടമ സംഘം രൂപീകരിച്ചു. ലവ് കനാൽ മലിനീകരണത്തിനെതിരെ ധീരമായി പോരാടി. ഓക്സിഡൻ്റൽ പെട്രോളിയം കമ്പനി മാത്രമല്ല, US ഗവൺമെൻറ്റും അവർക്കെതിരായിരുന്നു. പക്ഷേ ഒടുവിൽ സർക്കാർ നിലപാട് മാറ്റേണ്ടി വന്നു. 1981 ലൂയിസ് ഗിബ്സിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റർ ഫോർ ഹെൽത്ത്, എൻവയോൺമെൻറ്റ് ആൻഡ് ജസ്റ്റിസ് എന്ന സംഘടനയുണ്ടാക്കി. മറ്റു ചെറു സംഘങ്ങൾക്ക് സംഘടിക്കുവാനും വിവരങ്ങൾ ലഭ്യമാക്കുവാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും സഹായങ്ങൾ നൽകുന്നതിനു വേണ്ടി ഈ സംഘടന നിലകൊണ്ടു. നിരവധി ബഹുമതികൾ ലൂയിസ് ഗിബ്സിനെ തേടിയെത്തി. സ്കോട്ട്ലാൻഡിലെ ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 1990 ഗോഡ്സ്മാൻ പരിസ്ഥിതി അവാർഡും 1998 ഹെയ്ൻസ് അവാർഡും 1999 ജോൺ ഗാർഡിനർ ലീഡർഷിപ്പ് അവാർഡും ലൂയിസ് ഗിബ്സിന് ലഭിച്ചു. ഇത് ലവ് കനാൽ പ്രകൃതി ദുരന്തത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.